ഒക്കെ ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. വലുതായിട്ട് റെഡി ആവുന്ന ആവേണ്ട, എൻ്റെ വീടിന് ഓപ്പോസിറ്റ് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഈ സൂപ്പർ മാർക്കറ്റിലാണ് വരുന്നത്. മഴയൊക്കെ പെയ്ത് ഇവിടെയൊക്കെ വെള്ളമായിട്ടുണ്ട്. പിന്നെ എനിക്ക് രാവിലെ തന്നെ അലക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ മേടിക്കണം. പിന്നെ ഈ ഓട്ടോയ്ക്ക് എൻ്റെ പേരാണ് അമ്മു. ഇനിയിപ്പം നമുക്ക് പോയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പോയി എടുക്കാം. ഇവിടെ പിന്നെ ആരും നമ്മളെ വരുത്തൊന്നുമില്ല കേട്ടോ. സെയിൽസ് ഗേൾസോ ആരും, ഇത് നമ്മുടെ സ്വന്തം സൂപ്പർ മാർക്കറ്റ് തന്നെ. നിങ്ങൾ അയലത്തുകാരല്ലേ, ഞാൻ ഇഷ്ടമുള്ളിടത്തൊക്കെ പോയി എടുക്കും. പിന്നെ വെറുതെ ഇതിനകത്ത് തന്നെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് വന്നിട്ട് ഞാൻ കുറേ കഴിഞ്ഞിട്ടാട്ടോ പോകുന്നത്. ഓരോ സാധനങ്ങളിങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. മെയിൻലി ഇതുണ്ട് ഈ ഫാൻസി. ഇവിടെ വളരെ കുറവാണ് ഫാൻസിയൊക്കെ, എന്നാലും ഞാൻ വെറുതെയൊക്കെ എടുത്ത് നോക്കും. ഇതൊക്കെ കുട്ടികൾക്കുള്ള എങ്കിൽ പോലും ഞാനെടുത്ത് ഇങ്ങനെ വെറുതെ നോക്കും. അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടാണ് ഞാൻ വന്നത്. സോപ്പും കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനാണ്. അതൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞു. പിന്നെ ഇവിടെ ഈ ഫാൻസിയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇറങ്ങി. പിന്നെ റോഡിലൊന്നും അധികം ആരുമൊന്നും ഇല്ല, നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെച്ചതേ ഉള്ളായിരുന്നു. രാത്രി സമയം കിട്ടിയില്ല. പിന്നെ ഇപ്പം രാവിലെ എടുത്ത് ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പാത്രം കഴുകുന്നത് ഇഷ്ടമേ അല്ല. പിന്നെ എന്ത് ചെയ്യാനാ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കഴുകണമല്ലോ, അങ്ങനെ കഴുകുന്നു. അങ്ങനെ ഞാൻ എല്ലാ പാത്രങ്ങളും വളരെ പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി. അങ്ങനെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. കുഞ്ഞിൻ്റെ മുത്തശ്ശിയാണ്, വീടിൻ്റെ അപ്പുറത്തുള്ളതാണ്. അപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച്, പിന്നെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അവനെ കളിപ്പിക്കാനായിട്ട് വരും ഇടയ്ക്കിടയ്ക്കൊക്കെ. അങ്ങനെ പിന്നെ രാവിലെ ഞങ്ങൾക്കിന്ന് കഴിക്കാനായിട്ട് ഉപ്പുമാവാണ്. അത് ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവാണ്. ആദ്യമൊന്നും അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു എനിക്ക്. ഇപ്പോൾ നല്ല ഇഷ്ടമാണ്, കാരണം നല്ല ഹെൽത്തിയാണ്. മുരിങ്ങയിലയും അങ്ങനെ ഓരോന്നൊക്കെ ആഡ് ചെയ്യും. പിന്നെ അതിപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവരും അത് കഴിക്കാമെന്നും. ഇന്ന് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ. അമ്മ ഇത് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കും. അമ്മ എല്ലാ ഫുഡും ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്, നല്ല കൈപ്പുണ്യമാണ് എന്തുണ്ടാക്കിയാലും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്നതെല്ലാം. ഞാനും പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്ക് ചെയ്യും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ പപ്പടമാണ്. ചൂടോടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. തണുത്ത് കഴിഞ്ഞാൽ വലിയ ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ യുവിക്കുഞ്ഞ് പപ്പയോടും അച്ചമ്മയോടും ഒക്കെ ഓരോന്നിങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് മുറിച്ച്, ഞാനും അച്ഛനും അമ്മയും ഹസ്ബൻഡും കുഞ്ഞും കൂടിയാണ് കേക്കൊക്കെ മുറിച്ചത്. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം തീർന്നിരിക്കുകയാണ്. ബൈ ബൈ.